ഡോക്ടർ ടി.എം. തോമസ് ഐസക്കും ഇഡിയും തമ്മിൽ നമുക്കറിയാം, ഡോക്ടർ തോമസ് ഐസക്കും ഇഡിയും തമ്മിൽ ഇടപാട് തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. മസാല ബോണ്ട് ഇടപാടിലെ ഇഡി സമൻസിനെതിരായ കിബിയുടെയും മുൻ മന്ത്രി തോമസ് ഐസക്കിൻ്റെയും ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഇഡിയുടെ സമൻസ് സ്റ്റേ ചെയ്യണം എന്ന ആവശ്യത്തിൽ ഇടക്കാല ഉത്തരവിറക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി കഴിഞ്ഞ തവണ വ്യക്തമാക്കിയിരുന്നതാണ്. എസ് ശ്രീകാന്ത് മറ്റു വിശദാംശങ്ങളുമായി നമുക്കിപ്പോൾ മോർണിംഗ് ഷോയിൽ വരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്? തോമസ് ഐസക് ആത്മവിശ്വാസത്തിലാണോ? വെരി ഗുഡ് മോർണിംഗ് SKN. ഇന്ന് ഹൈക്കോടതിയിൽ നടക്കാൻ പോകുന്നത് നേരത്തെയൊക്കെ തന്നെ നാം കണ്ടതിൻ്റെ ഒരു തനിയാവർത്തനമായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട് കുറച്ചധികം നാളുകളായി ഹൈക്കോടതിയിൽ തോമസ് ഐസക്കും അതോടൊപ്പം തന്നെ ഇഡിയും തമ്മിൽ വാൾപ്പയറ്റ് തുടങ്ങിയിട്ട് ഇന്നും അംഗം കുറിച്ചിട്ടുണ്ട്. ഇതിൽ തോമസ് ഐസക്ക് ഇന്ന് വിശദീകരിക്കേണ്ട കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തുകൊണ്ട് അന്വേഷിക്കാനാകില്ല എന്ന കാര്യം അദ്ദേഹം ഇന്ന് വിശദീകരിക്കേണ്ടി വരും. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ജയദീപ് ഗുപ്ത, സീനിയർ അഭിഭാഷകനാണ് സുപ്രീം കോടതിയിലെ, അദ്ദേഹം പറഞ്ഞത് കിഫ്ബിയുടെ കാര്യത്തിൽ ഇടപെടാൻ അന്വേഷിക്കാൻ ഇഡിക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഇന്ന് അതവർ വിശദീകരിക്കേണ്ടി വരും. പക്ഷേ ഇഡി പറയുന്നത് ഇക്കാര്യത്തിൽ അന്വേഷിക്കാൻ തങ്ങൾക്ക് അധികാരമുണ്ട്, കോടതി ഇതിൽ ഇടപെടരുത്, ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് തങ്ങളുടെ ചുമതലയാണ്, ഫെമ ചട്ടപ്രകാരമുള്ള അന്വേഷണം തങ്ങൾ നടത്തുമെന്ന് ഇഡിയും പറയുന്നു. നേരത്തെ കോടതി തോമസ് ഐസക്കിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്കൊരു സമൻസ് അല്ലേ തന്നുള്ളൂ, അതിന് മറുപടി നൽകുക എന്നുള്ളതൊരു സാമാന്യ ബാധ്യതയല്ലേ എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ചോദിക്കുകയും ചെയ്തിരുന്നു. കാത്തിരുന്ന് കാണാം ഇന്ന് എന്താണ് തോമസ് ഐസക് പറയാൻ പോകുന്നതെന്ന്. ഇന്നെന്തായാലും ഒരു വിധിയൊന്നും ഇതിൽ പ്രതീക്ഷിക്കുന്നില്ല, മാറ്റിവെക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ തങ്ങളുടെ ഭാഗം തോമസ് ഐസക്കും കിഫ്ബിയും അവതരിപ്പിക്കും. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്.